ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂണ് ബട്ടറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും 2-3 വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും ഇട്ട് വഴറ്റി കൊടുക്കാം. രാവിലെ സ്കൂളിൽ പോണ കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 1/2 സവാള അരിഞ്ഞത്, 1/2 ക്യാരറ്റ് അരിഞ്ഞത്, കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കോ ബീൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/2 ചിക്കൻ ക്യൂബ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വളരെ കുറച്ച് റൈസേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് 1/2 ചിക്കൻ ക്യൂബ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ റൈസ് എടുക്കുകയാണെങ്കിൽ 1 ചിക്കൻ ക്യൂബ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അത് പൊടിച്ചിട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ചിക്കൻ ക്യൂബിൽ ഉപ്പുണ്ടാവും, അതുകൊണ്ട് പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കണം, ഉപ്പ് കൂടി പോകാൻ പാടില്ല. ഇനി ഇതിൻ്റെ നടുവിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫ്ലെയിം കൂട്ടിയിട്ട് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇനി 1 ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം 1 ടീസ്പൂണ് ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ചില്ലി സോസ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് വേവിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ബിരിയാണി റൈസ് ഇട്ട് വേവിച്ചെടുത്താൽ മതി. വേവിക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകരുത്. ഒരു 1/4 വേവിന് വേവിച്ചെടുത്ത റൈസാണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഈ റൈസ് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ടേസ്റ്റിലും നല്ല എളുപ്പത്തിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.